അടുത്ത പാസഞ്ചറിനോട് വരാമെന്നോ എന്താ കുത്തി കഴിച്ച് അത് ഞാൻ കിനാവ് കണ്ടപ്പോ ഞാൻ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കണ്ടോ സൂചിയൊക്കെ 10 പൈസക്ക് നിന്നെ പറ്റില്ല. നല്ല ചെല്ലി പറഞ്ഞ് കറക്കട്ടെ. അത് കണ്ടാ ചെയ്യും. എന്താ കോയക്ക ഏറ്റവും നടക്കാൻ വരെ നടക്കണോ? അതിന്റെ കൂട്ടൊന്നും പറയണ്ട. അത് ചെറുക്ക നിലക്ക് ഇനാവ് വേണ്ടതാ. ഓൻ ഡോക്ടറെ കണ്ട് ഇന്നെ സൂചിക്കുന്നത്. എന്നാലും കോയക്ക ഓൻ +2 വരെ പഠിച്ചല്ലേ? ഓന് അതിനെ താല്പര്യം ഉണ്ടെങ്കിൽ ആ കോട്ടക്ക് അൽമാസിൽ കൊണ്ടേക്കാണ് ചേർത്തോക്കാണ്. അതിനൊന്നും എന്റെ അടുത്ത് പൈസ ഇല്ല ഡോക്ടർ ആവാനൊന്നും. ഡോക്ടറൊക്കെ കഴിഞ്ഞെങ്കിലും പാരാമെഡിക്കൽ പഠിക്കാലോ. എന്നാ ഞാനേ ഇപ്പൊ തന്നെ ഓൻ അവിടെ കൊണ്ടുപോയി ചേർക്കട്ടെ. മറ്റേ ഇനി അന്ത്യം കണ്ടാണ് ഓൻ്റെ പോയി ആസ്പത്രിക്കൊക്കെ പിന്നെ പോവാ. ചരങ്ങല്ല എനിക്ക് വിസ വന്നു. വിസ വന്നിട്ട് കാര്യം കഴിഞ്ഞ അറബി അറിയും. ഇവിടെ ചങ്ങായി അറബിയാൾ നാട്ടിൽ വന്നാൽ ഇന്നലെ തർജ്ജമ ചെയ്യാൻ കൊണ്ടുപോയി. ഇപ്പച്ചി എന്ന് പറഞ്ഞ ആരങ്ങളൊക്കെ വിചാരം അറബിയൊക്കെ മണി 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 പോലെ പറയും. ഇപ്പച്ചി വാലേക്കും സലാം. അറബി ഇപ്പച്ചി അറബിയാണ്. വരി വരി അപ്പൊ ശരിയാക്കി അറബി ഒന്ന് ചെയ്യുന്നേ. നിങ്ങൾക്കല്ല അറബി അറിയാതെ നിങ്ങളല്ലേ തർജ്ജമൊക്കെ ചെയ്യലേ? പറഞ്ഞോടിക്കേ. അറബിയല്ലേ അഡ്രസ് അല്ലേ? അതാ അഡ്രസ് അല്ലേ? പറഞ്ഞോളാം. ഇന്നാലിന്നായി വൈനായിലേഹി റാജുവൻ. അറബി അറിഞ്ഞ എത്ര ഉള്ളൂ? ആ എന്താ ലാസ്റ്റ് മൂപ്പര് ഹൈവാൻ എന്തോ പറഞ്ഞത്? നേരം പോയാ പിന്നെ ഹൈവേക്ക് ചാടാന്നാ പറഞ്ഞത്. ഇവിടെ വന്ന അതിനൊരു കാര്യം പറയാണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും അറബിക് യൂണി നടക്കേണ്ട ഒരു സ്പോക്കൺ അറബിക്കിന്റെ ക്ലാസ് നടക്കുന്നുണ്ട്. ഫ്രീ ആയിട്ടാണ് പഠിപ്പിക്കേണ്ടത് എല്ലാ വെള്ളിയാഴ്ചയും. എന്നാ എന്റെ മാതിരി മുറിഞ്ഞ അറബി ഗൾഫ് കൊണ്ട് ആവശ്യമില്ല. അറബിയാണ് പറഞ്ഞ മാതിരി പറയാം. ആൾക്കാരെ അതിലൊന്ന് മെയിൻ ആകാൻ പോലെ വാട്സപ്പ് നമ്പർ എനിക്ക് ഞാൻ തരാം. ഇപ്പൊ തന്നെ ഒന്ന് കയറി വെക്കാം. എന്റെ കൂടിയിരിക്കല് നിറച്ച് സാധനം വേണം. അത് നല്ല ഹൈടെക് ആയിട്ടുള്ള സാധനം. ഒരു സീലിംഗ് ഫാൻ എന്തെങ്കിലും കൊണ്ടാൽ മതി. കെട്ടിട്ട് എപ്പോഴും മാറിയില്ല. ഇപ്പച്ചേ അതല്ല, നമ്മളെ അയൽവാസി അംസാക്കല്ലേ ഓലെ മോളെ കൂടിയിരിക്കലിന് ഒരു പിക്കപ്പ് നിറച്ച സാധനങ്ങളാണ് കണ്ടേക്കും. അംസന്റെ പേരിൽ നിന്ന് ഒരു പിക്കപ്പ് സാധനം കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ കൊമ്പങ്കാട് തറവാട്ടിൽ നിന്ന് ഒരു തമിഴിലോടിക്ക് സാധനം കൊണ്ടോ. അത് എന്റെ മാപ്പിളുടെ ഇടയിൽ മെയിൻ ആകാനല്ല. ഞാനും അംസിയുള്ള എന്താ കിടക്കാതെ കാര്യം പറയുന്നത്. ഓക്സിജൻ കിട്ടുന്നില്ല. ഞാൻ തരാം. കുട്ടിന്റെ ശ്വാസം പോകാൻ നേരത്തെ കുടിക്കലുള്ള സാധനം അതല്ല പഞ്ചൊരു ഓക്സിജൻ വന്നിക്കണോന്നാ ഞാൻ പറഞ്ഞേ. എല്ലാം എന്താ ഞാൻ ദീപ പോകാന്നല്ലേ വിചാരിച്ചേ? മോൾട്ടി മാറ്റോ? പോവല്ലേ? മോൾട്ടി എല്ലാം പോണ്ട്. നമ്മള് രണ്ടാളെ പോണ്ട്. പിക്കപ്പിന് സാധനം കൊണ്ടേക്കണല്ലോ. അതിന്റെ മേക്കപ്പ് നിൽക്കണം. നമ്മള് മൂപ്പര് മേക്കപ്പ് ഇട്ടിക്കല്ല വണ്ടി എടുക്കാൻ കുഞ്ഞപ്പോ മഞ്ചേരിക്ക്. അതല്ല ഓക്സിജൻ മഞ്ചേരി ഒന്നും ഞാൻ കിട്ടില്ലല്ലോ. എന്റെ പുതിയാപ്പളുടെ പേര് കുളിച്ചാൽ നാളെ ഒരു സാധനം വാങ്ങണം. ഫുള്ള് കോയറ്റു സാധനത്തിന്റെ പീറാൻ കിട്ടില്ല. അതിനെന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് നോക്കണ്ടേ? നിങ്ങൾക്ക് തീരെ സുഖല്ലേ? പ്ലസ് വരെ പഠിച്ച ഞാൻ പറഞ്ഞ പിന്നെ വേറെ ഡോക്ടറോടെ കാട്ടണം. എനിക്കിപ്പോ നോക്കാനൊക്കെ അറിയോ? ഇത് വോൾവാൾവിന്റെ ഇടയിൽ കൂടെ കിഡ്നി അടിച്ചു പോയതാണ്. 5ാമത്തെ ഏമ്പക്കത്തിലാ പോയത്. ഏമ്പക്കടാൻ പറ്റൂല. അടിച്ചു വെക്കണേ. നിങ്ങൾക്ക് ഇവിടെ വേനുണ്ടോ? അവിടെ വീക്കുണ്ട്. അത് പേഴ്സാണേ. ഡിമണ്ട് ടാക്കറിന്റെ ഇടയിൽ കൂടെ ക്രിമി കയറിക്കണല്ലോ. ഇച്ചോ മൊത്തത്തിൽ അടിച്ചു വെക്കണെന്നാ തോന്നണേ. ഇതിൽ കാട്ടിക്കാ ചന്ന വലിയ വിശ്വാസമില്ല. ഞാനേ ആ കുട്ടിയെ തന്നെ കാണിച്ചോളാം. എന്നച്ചും പോരെ വാ. കക്കൂസ്കൊക്കെ വന്നിട്ട് പോകാൻ. ഞാൻ ഒരു എക്സ്റേ എടുത്തിരുന്നു. ഇതിനെന്തെങ്കിലും കേടുണ്ടോന്ന് നോക്കാം. ഇതിലൊരു കുഴപ്പമില്ലല്ലോ കോയക്കാ. നിങ്ങൾക്ക് ഒരു അസുഖം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞാണ് അപ്പച്ചനോട് ഒരു കുഴപ്പമില്ല. മാനസിനെ ബേജാറാക്കിക്കാണ്ട് പേരിന്ന് ഒരു എക്സ്റേ കണ്ടം കിട്ടിയോ വൈമ നോക്കിക്കാണ്ട് എല്ലാവരും കംപ്ലൈന്റും പറയുന്നത്. ഓനക്ക് ഇതിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിലേ നമ്മളെ പുത്തനത്താണിയുള്ള പ്രൈംസ് അക്കാദമിയിൽ ഓനെ കൊണ്ടുപോയി ചേർത്തിക്കൂടെ? നന്നെ ഓനെ ഞാൻ അവിടെ കൊണ്ടുപോയി ചേർക്കാം. ഹൈ ഈ ഷുഗർ ഉണ്ടാക്കി ഈ ടൗസറിന് ഇങ്ങനെ ഓട്ടാം ഏറുമ്പാൾ തിന്നിട്ട്. എവിടുക്കാ പോണു? ഞാന് പെരുന്നാക്കേ കുട്ടികൾക്ക് ഡ്രസ് എടുക്കാൻ വേണ്ടി അറിഞ്ഞാണ്. അപ്പൊ അന്റോടുള്ളവരൊക്കെ പെരുന്നാൾക്ക് മാത്രമേ ഡ്രസ് തരുള്ളൂ? ഡ്രസ്സല്ലേ ഡ്രസ്. അത് പറയണ്ടെന്നാലിച്ച്. എന്നിട്ട് എവിടുക്കാ പോണ്ടേ? ഞാന് ഇവിടെ മേലാറ്റൂര് ഓഫർ വന്നിക്കണ. ഓഫർ മേലാക്ക് ജാഫറിന്റെ അടുത്തേക്ക് പോകൂലാന്നോ? ഈ പൊട്ടച്ചടുത്താണല്ലോ വന്ന് പെട്ടത്. കുട്ടിയാക്കേ ഡ്രസ് എടുക്കാൻ വേണ്ടി പോവാണ്. അത് പറയണ്ടെന്നാ.
ഇവിടുത്തെ കുട്ടികളോട് പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കാൻ നടക്കണം ജോലെ കൊണ്ടുപോകോ ആയിക്കോട്ടെ എന്നാ വേഗം തരാൻ മറിച്ചപ്പോ പോണേ സ്കൂറെ വിളിച്ചിട്ടുണ്ട് ആ തിന്നു മിന്നു സണ്ണി അസംബ്ലി വിറ്റിട്ടു പപ്പി സുപ്പി ഇതിനൊക്കെ പാടെ പാണ്ടിലോറി വിളിച്ചേണ്ടി വരും കൊണ്ടുപോകാനേ പാണ്ഡ്യാൾ കൊടുക്കേ എന്റെ കുട്ടികളെ ഒറ്റ പോയിരുത്തോ മേലാറ്റി ഒരു ഓഫർക്കേ ഇച്ചും മജ്ജറിയാ ഓലെ ഞാൻ കൊണ്ടേക്കോളാം പോയിക്കോളി ഔത്തു കൈക്കോളി എന്നാ തീരെ സുഖല്ലേ എന്നെ വിളിച്ചെടുത്ത് എന്നെ വേണ്ട പറയാം ഓർന്ന് പെരുന്നാളായിട്ട് ഇവരെ പേര് പോലെ തന്നെ ഓഫർ എന്ന് പറഞ്ഞ ഒരു 1.5 ഓഫറിലാണ് കൊടുക്കുന്നത് കുട്ടികളുടെ ഷോർട്സ് ഒക്കെ 10 എണ്ണം 100 രൂപ പുല്ലേ പൂജാരിയെ എന്റെ ചങ്ങായിട്ട് എന്റെ പ്രശ്നം തീർക്കാൻ പറ്റാന്നുണ്ടെങ്കിൽ എന്ത് പൂജാരിയ ഇവിടെ അല്ലേ പോയോ എന്തേ ഈ ഇള്ളത്തോട്ടൊക്കെ പോന്നു കോയെ കിടന്നുറങ്ങാൻ സുഖമില്ല പുണ്ണി അതിനൊരു പരിഹാരം കാണും നോമിന്റെ തകാനും പായുണ്ട് ഇവിടെ അത് കൊണ്ടുപോയിക്കോളാം കൊട്ടാരമാക്കി പേരന്റാക്കിട്ട് അതിൻ്റെ ഉള്ളിൽ കിടന്നുറങ്ങാൻ സുഖമില്ലാന്നാ പറയണത് കോയെ പറഞ്ഞു അത് ആ സേനന്റെ അടുത്ത് പോയെന്ന് ആൾക്കാർ വൈത്താലെ കൂടിയപ്പോ മുറിക്കിയതാണ് പിന്നെ അതല്ല പിന്നെ ഞാൻ മുറിക്കൂല ശിവന്റെ തലയിലേക്ക് വെപ്രാളം വന്നിരിക്കുന്നു അപ്പൊ ശരിയാട്ടോ ഞാനടുത്ത് വെച്ചത് അതിന് തൊടാൻ പാടില്ല കോയെ ശുക്രൻ ശനിയെ തിരിച്ചിരിക്കുന്നു സൂപ്പർ സൈനനെ തിരിച്ചത് ആരാനോട് പറഞ്ഞു ശുക്രൻ സൈനയെ തിരിച്ചോന്നല്ല നോ പറഞ്ഞ പ്രശ്നം കണ്ടിരിക്കണോ അതാണ് എറിഞ്ഞാ പോരെ ഇപ്പൊ തീർന്നിലോക്കാം തനിക്ക് ഇരുമ്പിന്റെ കാറ്റ് കൊള്ളാൻ പാടില്ല ഫാനായ ഫാന് മുഴുവൻ ഇരുമ്പല്ലേ അതല്ല മരത്തിന്റെ ഫാൻ ഇറങ്ങിയിട്ടുണ്ട് അത് എന്താ കിട്ടാ പുണ്യ മഞ്ചേരിയിലുണ്ട് ന്യൂ മഞ്ചേരി ഇലക്ട്രിക്കൽസ് എന്ന് പറഞ്ഞിട്ടൊരു കട നോം കണ്ടിരിക്കണോ ആദ്യം എന്നാലേ അങ്ങനത്തെ ഒരു ഫാൻ വാങ്ങിട്ടേ ഞാനൊന്ന് പരമാണിത്തരം കാണട്ടെ അപ്പൊ പരിഹാരമൊക്കെ പിന്നെ കാണാം ചെങ്കള നമ്മളിപ്പോൾ ന്യൂ മഞ്ചേരി ഇലക്ട്രിക്കൽസിലാട്ടോ വയറിംഗിനും പ്ലംബിംഗിനും ആവശ്യമായ A to Z സാധനങ്ങൾ കേട്ടോ പ്രീമിയം ക്വാളിറ്റി BLTC ഫാനുകൾ അത് മാത്രമല്ല പുറന്ന് ഞാൻ പൊളിച്ചു ഞാൻ പെരീത്തെ ആവശ്യത്തിന് കിട്ടൂല എന്റെ ചെറുക്കൻ കുഞ്ഞാപ്പൂനെ കണ്ടോ കാണൂല ഓ അങ്ങനത്തെ സാധനമാണ് കുഞ്ഞാപ്പോ തന്തപ്പടി എത്തിയോ അന്ന ഞാൻ എന്തിനു പറഞ്ഞ റേഷൻ പിടി കാരണം പാർട്ടി കളിച്ചേ ഇങ്ങോട്ട് വാ അടക്കാണ്ട് ആഹാ അല്ല വാപ്പയാണ് വാ സൈന എന്നോട് പഞ്ചാര അടിച്ചു കൊടുക്കാൻ പറ്റിയ നേരല്ല ചെറുക്കൻ പാർക്കൊക്കെ വന്നിട്ട് ഓനെ കാണാല്ല ഓനെ തരികയാണെന്ന് ഇത് പോകാൻ പറ്റാ ഈ കൂരിപ്പ് ഇത് എവിടെ പോയി കിടക്കുക അസ്സലാമലൈക്കും ഒരുപാട് സാധനത്തിന് കയറാണ്ട് ഇവിടെ ഇതൊക്കെ കാണാതെ പോവാ ഏത് നേരം ഒടുക്കത്തെ റേഷൻ കാർഡ് പണ്ടാറങ്ങനെ പോറ ഞാൻ പൊളിച്ചേക്കാരം പറയണ്ട കേട്ടോ അയച്ചു പറ്റൂല കൊമ്പങ്ങാട് കോയ ആ എന്നെ ചങ്കള നമ്മൾ ഇപ്പൊ ഉള്ളത് വളാഞ്ചേരിയിലെ ഫ്ലോറ ഫാന്റസിയ അമ്യൂസ്മെന്റ് പാർക്കിലാണ് കുട്ടികളെയും കൂട്ടി കുടിന്ന് ഇപ്പൊ തന്നെ ഇറങ്ങിക്കോളി അടിച്ച് ചൂട് എന്ന് പറഞ്ഞാൽ ഇവിടെ അല്ല ചൂട് ചൂട് അവിടെ സൗദിയിലായെന്ന് 80-85 കാലഘട്ടത്തിൽ തുടങ്ങി 80-85 കട്ടക്കാലം അന്ന് ഒരു കാട്ടാറബി എന്നോട് വന്നിക്കാണ്ട് അറാമീന്ന് സുനാമി അല്ല അറാമീന്ന് ഞാൻ ഒന്നും നോക്കിയില്ല കൊടുത്ത് ഞാനൊരു ചവിട്ട് അതില് മുറുകാ ഇവിടെ വാ എവിടെ പോണത് പിന്നെ ഞാൻ എന്താ ചെയ്തു നമുക്കറിയാം എന്നാ ചെയ്തത് ഇതേപോലെ എന്റെ അടുത്ത് വന്നിരുന്നു സഹിച്ചില്ല എനിക്ക് കൊടുത്ത് ഞാൻ ഒറ്റടി ഈ അടി ഒന്നും അനക്ക് കിട്ടിയില്ല ഇതൊന്നും ഇടങ്ങേറ് എന്താന്ന് അറിഞ്ഞിട്ടില്ല എന്നാലും ഇപ്പൊ ഈ കുരിപ്പാൾ കൊടുക്കേ പോയി அவங்க படா பசாருக்கு ட்ரெஸ் எடுக்க போயிட்டாங்க മുരുകാ പണി കഴിഞ്ഞിട്ട് ഈ സിമെന്റ് ഇതാ ഇതൊന്ന് കൊണ്ടുപോയി അപ്പുറത്ത് കൊണ്ടുവെക്കണം சரி சரி എന്താണ് ബഡാ ബസാറിന് அங்க 100ல 100 ஆஃபர் வந்திருக்காமா ட்ரெஸ் எடுக்க பல ட்ரெஸ் எல்லாம் வந்திருக்காமா அதுக்கு தான் அக்கா அவங்க எல்லாம் போனாங்க അങ്ങനെയാണെങ്കിലേ അനക്ക് ഉച്ചും കൂടെ അങ്ങോട്ട് പോകണം ஏன் അനക്ക് 2 ട്രൗസർ വാങ്ങി തന്നിട്ട് ബാക്കി പരിപാടി ஐயா വരുമ്പോ ഞാൻ ഇങ്ങോട്ട് വരും ഹലോ ചങ്കള നമ്മളിപ്പോൾ ഉള്ളത് പെരിന്തൽമണ്ണുള്ള ബഡാ ബസാറിലാണ് അപ്പൊ ഇന്ന് മുതൽ ഇവിടെ ബഡാ ഓഫർ കൊടുക്കാൻ പോകുന്നുട്ടോ അപ്പൊ 3 ടോപ്പിനൊക്കെ വെറും 390 രൂപ ഓനെ തല്ല മാത്രല്ല ഓനെ എൻജോയ് ചെയ്യാൻ കൊണ്ടിറക്കാൻ പറ്റുന്നുള്ളത് നാട്ടുകാരൊന്നും അറിയട്ടെ ഓ നീച്ചിട്ടില്ലാന്ന് പറഞ്ഞാല് ഒരു തൊഴിൽ എന്നെ കൊണ്ട് എവിടെ പോയില്ലേ പാട്ടച്ചോനെ നീച്ചോളൂ തിരുത്തിരി ദേവി വൈകാട്ടി അവർക്കൊന്നതിന്റെ മോനെ കാട്ടിൽ കൊടുത്തിട്ടല്ല പോണ്ടേ പിന്നെ അവർക്കൊക്കെ പോണ തിരുത്തിരി ദേവിയോ ഞാൻ കാണിച്ചു തരാം പിന്നും മിന്നും കിന്നും മഞ്ഞൊക്കെ ഉണ്ടാക്കിക്കാൻ മുഴുവനാക്കി ഒരു ഒറ്റ മിഞ്ഞു പറക്കണം എത്ര വെച്ചിട്ട് നിങ്ങൾക്ക് കാത്തു കൊടുക്കാം ഒരു തൊഴിലെന്ന് വെച്ചാൽ ഞമ്മക്ക് സ്വിമ്മിംഗ് പൂൾക്ക് പോകണ്ട പാനോട് നിങ്ങൾ പറയോ പറഞ്ഞോ കക്കാടം പോയില്ലാണ് അവിടെ ഗോൾഡൻ റോക്സ് ഇറങ്ങുന്ന റിസോർട്ട് ഉണ്ട് അവിടെ അടുത്ത കൂടി ഞങ്ങൾ വെച്ച കുട്ടികളുണ്ട്
ജലദോഷം കുടിച്ചാൽ മതി പോയി അവിടെ ഓരോന്ന് പറഞ്ഞിക്കാണ്ട് അനക്ക് വേണമെങ്കിൽ പോയിക്കോ കുട്ടികളെ കുളിച്ചാനാക്കണ്ട ഓൾക്ക് ചീരാ പിടിച്ചൊന്ന് ഇപ്പൊ ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് നോക്കി എന്ത് രസമാണ് നോക്കി സ്വിമ്മിംഗ് പൂളൊക്കെ ഇപ്പൊ അങ്ങോട്ട് നോക്കി കാട്ടിലും മൈന ആടി കുളി തുടങ്ങിയോ ഇപ്പൊ മട്ട തണുപ്പുണ്ടോ നന്നായി പഠിച്ചറബേ കോയെന്ത് ഈ കോലത്തില് അല്ല കോയെ എത്തത് കോലം എവിടേക്കാ പോണ്ടത് ഇങ്ങനെ വയസ്സനായി നടന്നു ഞാനേ എന്റെ ചെറുക്കന്റെ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കി അതിലുണ്ട് കൊമ്പങ്കാട് കോയനെ വളരെ ഇഷ്ടമാണ് നടക്കേണ്ട ഒരു പെണ്ണ് മെസ്സേജ് അയച്ചു അപ്പൊ ഓളും ഞാനും കൂടെ പട്ടായ വരെ ഒന്ന് പോവാ പട്ടായിക്കോ ഏതായാലും ഒരു ബൈക്ക് പോവല്ലേ ഒന്ന് കളറായിക്കോട്ടെ ചില ചെറുക്കന്റെ ഷർട്ടൊക്കെ നിർത്തിട്ട് പിന്നെ അത് മാത്രല്ല ഈ പോണ ബൈക്ക് മലപ്പുറത്ത് നിന്നാണ് അവിടെ ഒരു ഷോപ്പിൽ നല്ല സെലക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞത് ഞാൻ ചെറുക്കന്റെ ലൂസുള്ള ഒരു 3-4 പാന്റ് എടുത്തു ആ ഷോപ്പ് പേര് എന്നെ അടിച്ചിക്കാണ്ട് അപ്പൊ തന്നെ തരുന്നതാണ് അപ്പൊ അതും കൂടെ ഇട്ടിട്ട് ഞാനും ഓളും ഒന്ന് പട്ടായ വരെ പോയി വന്നിട്ട് കാണാം ബൈ ബൈ എന്താ ഡ്രസ്സൊക്കെ പാടെടുത്തോണ്ടായിക്കാണ്ട് നിങ്ങൾ ഈ ബനിയനും കോണകും ഊരച്ചണ്ടി ഇതായിട്ട് ഞാനെത്താ കാട്ടുക അരകൂലാണിയായി ജനപ്പാണി എന്തൊക്കെ നോക്കാം അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി പോയി വരാ ബൈ ബൈ ഓക്കെ തന്റെ ബാഗും ബെൽറ്റൊക്കെ അങ്ങോട്ട് കാട്ടാണ് ഇങ്ങോട്ട് വേഗമാ തൊട്ട് കട്ടൻ ചുക്കാതെ വിളിച്ചണ്ട ഒന്നെടുത്താൽ 2 അതങ്ങനെ പോയിക്കോളും ആ മലപ്പുറം ഡാനീസ് എന്ന് പറഞ്ഞ ആ ഷോപ്പിലൊക്കെ ഒന്ന് കയറിയിട്ട് ഒന്ന് കളറായിട്ടാ പോകണുള്ളൂ അപ്പൊ ഓക്കെ നീ വേറെ ആരോട് പറയണ്ട ബാഗ് ഉണ്ടായാലല്ലേ പോവുള്ളൂ വയസ്സാം കാലത്ത് തന്തന്റെ ടൂർ പോക്ക് ഞാൻ ശരിയാക്കിയാലും ഇന്നിത് പോണത് എനിക്കൊന്ന് കാണണം വേണമെങ്കിലോ കുണുവാവേ ഉത്സവം റെഡിയാണ് സത്യമാണ് പറയുന്നത് ബാഗ് വരെ ഇവിടെ റെഡിയാണ് ഇനി നമ്മള് ഗോവയിൽ കറങ്ങല്ലേ ആരും കാണാത്തോടത്ത് നിൽക്കേ ഞാൻ വണ്ടി കൊണ്ട് വരുന്നുണ്ട് ഓക്കെ കുഞ്ഞാപ്പോ ജോടെ ഉണ്ടായിരുന്നു ഞാനൊരു 4 ദിവസത്തിനേ പുറത്തേക്ക് പോവാണ് അത് നന്നായി ഇമ്മ ചോദിച്ചാണെങ്കിലേ ഒരു വിസന്റെ കാര്യത്തിന് പോയതാന്ന് പറഞ്ഞാൽ മതി ഓക്കെ ഓക്കെ കുഞ്ഞാപ്പോ ഒന്നോടാ ഇതെന്താ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഹെൽമെറ്റ് വെക്കണം തലക്ക് ആകെ മരവിച്ചിൽ തുടങ്ങിക്കണേ ആരാ ബാഗ് കേടിയെടുത്തിട്ട് അത് ഞാൻ തന്നെ ജൂൺ 1-ാം തീയതി സ്കൂള് തുറക്കുകയാണ് എനിക്കൊരു ബാഗ് വാങ്ങിയാ വന്നിട്ട് നിങ്ങൾ വാങ്ങിയെന്നോ മറ്റുള്ളവരെ കാത്തിക്കാണ് എനിക്ക് ഇതൊന്ന് ശരിയായി കിട്ടണം അതിനിപ്പോ എന്തൊരു മാർഗം അതിനൊരു ഐഡിയ ഉണ്ട് പഞ്ചേ എന്താ എടപ്പാൾ എമറൈറ്റ്സ് മാളുണ്ട് അവിടെ ബാഗിന്റെ ഒരു ഷോപ്പ് ഉണ്ട് അവിടെ നിങ്ങളെ ബാഗ് ശരിയാക്കും ചജ്ജ എനിക്ക് സ്കൂളിൽ പോകാൻ ബാഗ് എടുക്കും ചജ്ജ അതൊക്കെ ഇപ്പൊ എന്ത് നടക്കുമോ പെട്ടെന്ന് ശരിയാക്കി തരുമോ അവർക്കല്ല ഒരെണ്ണം മൂത്തില്ല ഒക്കെ ചള്ളാകുമ്പോഴേക്ക് പറിച്ചോണ്ട് പോകും ഓരോരുത്തർ എന്താണ് പാമ്പിനെ പിടിച്ചാൻ പറ്റുമല്ലോ മനുഷ്യനെ പിടിപ്പിക്കുന്നത് ഏതല്ല ഞാൻ ഒരു കാര്യം പറയാം ബോധം കെടരുത് ഞാനിതിനെ ബോധം കിട്ടുന്ന കാര്യം എന്താ പറഞ്ഞു വേറൊരു ബന്ധമുണ്ട് പേര് വന്നിട്ട് ഇപ്പൊ അവിടെ വിളിക്കണ ഞാൻ കേട്ടു ഞാൻ പറഞ്ഞ ബോധം കേട്ടു ബാക്കി കാര്യം നമ്മൾ സൈനാജി ഫോൺ വെച്ച എന്റെ പെണ്ണുങ്ങൾ കുൽസു നടന്നിക്കൊണ്ട് എന്താ കുൽസു ഈ പ്രായത്തിലും എന്റെ കൊഞ്ചൽ മാറി നിങ്ങളോടല്ലേ ഞമ്മള് കൊഞ്ചണത് സന്തോഷമുള്ള ഒരു ഫാമിലി എവിടെ ഉണ്ടാവും എന്താ കുൽസു എനിക്ക് പീരാന്തായോ ആരാ സൈന അതേതോ ലൈന മനുഷ്യന്മാരെ പറ്റി ഇല്ലാത്ത പറഞ്ഞു എനിക്കൊരു സ്കൂൾ ബാഗ് വാങ്ങി തന്നിട്ട് വിചാരിച്ചിട്ട് നാട്ടുകാരോട് പോയി ഒരു ബാഗ് ഇന്നവരെ വാങ്ങിയൊന്നില്ല എനിക്ക് ഓന് സ്കൂൾ ബാഗ് വാങ്ങിക്കൊടുക്കാറ്റേ ഓരോ കള്ളകഥ പറയണേ എന്റെ മാർഗത്തിൽ സുന്ദരി കോതുണ്ടാവും എനിക്കൊന്ന് ബാഗ് വേണമെന്ന് അറിയുന്നത് തിരൂരുണ്ട് ടിങ്കിൾ പറഞ്ഞ ഷോപ്പ് അവിടുന്ന് എല്ലാവരും എടുക്കല് ചങ്കള നമ്മളിപ്പോ ഉള്ളത് ടിങ്കിൾ എന്ന് പറഞ്ഞ ഷോപ്പിലാട്ടോ അപ്പൊ നമ്മളെ കുട്ടികളൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് സ്കൂളിൽ പോകണമെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബാഗുകൾ കുറഞ്ഞ പൈസ കിട്ടും ഇന്നലെ ഞാൻ ഇപ്പച്ചി കാണാതെ പോക്കറ്റിൽ പൈസ തന്നെ എനിക്ക് ടയർ മിൽക്ക് വാങ്ങിയില്ലേ മൂപ്പേ ഷർട്ട് ഒന്നും ഇവിടെ കാണില്ലാന്ന് ഇതൊന്ന് പോ വെച്ചാ ഇവിടെ തോരട്ടുണ്ട് 100 ഉറുപ്പിക കൂടി കമ്മി ഉണ്ടല്ലോ എന്താ ചെയ്യാ അസ്സലാമലൈക്കും വലൈക്കും സലാം കുഞ്ഞാപ്പോ എത്തപ്പച്ചിയാ അവിടെ അല്ല ഇവിടെ ഇങ്ങോട്ട് വാ പൈസ കട്ടുകൊണ്ടുപോയി അത് ഞാനല്ല ജിന്റെ മുന്നിൽ ഓടി പറയാൻ മാത്രമേ എവിടേക്ക് കൊണ്ടുപോയി പൈസ ദിവസം ഇങ്ങോട്ട് പോകാൻ കട്ടുകൊണ്ടുപോയി എന്തിനാന്ന് പറയാം എനിക്കൊരു ലൈൻ ഉണ്ട് കുഞ്ഞാപ്പോ അനക്കും പ്രേമോ അല്ല പോറഞ്ഞാൽ പൊളിച്ചേക്കണം കൊമ്പങ്ങോട് തറവാട്ടിൽ അങ്ങനത്തെ മാനക്കൾ വരാൻ പാടില്ല അത് ശരി നിങ്ങൾക്ക് സൈനക്ക് എത്ര താങ്ങി വാങ്ങി കൊടുക്കാനാ ഗിഫ്റ്റ് കുസ്റ്റ് കുസ്റ്റൊക്കെ ഞാൻ ഇവിടുത്തെ എല്ലാവരോടും പറഞ്ഞു കുഞ്ഞാപ്പോ ഇപ്പാന്റെ കുട്ടിക്ക് ഇപ്പൊ എന്താ വേണ്ടേ എനിക്ക് ലബീബാക്ക് നല്ലൊരു ഗിഫ്റ്റ് എടുത്ത് കൊടുക്കണം ബർത്ത്ഡേക്ക് അത്രല്ലേ ഉള്ളൂ ഞാൻ അവിടെ അല്ല ഇവിടെ ഇങ്ങോട്ട് തിരികെ
എന്താ കൊടുക്കണ്ടത് അതൊന്ന് പറഞ്ഞ ടെഡി ബെയർ എന്നിട്ട് എവിടുന്ന പാനോട്ട് ഈ ഗിഫ്റ്റ് ഒക്കെ വാങ്ങാൻ കണ്ടിട്ടുണ്ട് കൊപ്പത്തിട്ട് ഇപ്പച്ചേ സിൻഡിക്കേറ്റ് മാള് അവിടെ സിസോ പറഞ്ഞിട്ട് കട അതിലെല്ലാം കിട്ടും. എന്നാ വാ നീച്ചേ എവിടക്കപ്പം പോണ് സിൻഡിക്കേറ്റ് മാർക്ക് ശ്രീലങ്കയ്ക്കാ പോണ് ചങ്ങളെ നമ്മൾ ഇപ്പോൾ ഉള്ളത് സിസോ എന്ന് പറഞ്ഞൊരു ഷോപ്പിലാട്ടോ. ഗിഫ്റ്റ് സ്റ്റേഷനറി സ്കൂൾ ഐറ്റംസ് അത് മാത്രമല്ല ഒരു കുടിയിരിക്കലിന് പറ്റിയ ഒരുവിധ സാധനങ്ങളൊക്കെ കുട്ടാപ്പിയാ, ഞാൻ പന്തളിച്ചാൻ പോവാട്ടോ. ഇപ്പൊ താനോട് പറയണ്ട. ഞാൻ പറയും കുഞ്ഞപ്പോ എവിടേക്കാച്ച് പോണ്ട് ഞാൻ കളിച്ചാൻ കളിച്ചാൽ പോലെ അതിന്റെ അളിയാക്ക ഇരുന്നല്ലോ ബേക്കറി എന്തെങ്കിലും വാങ്ങിക്കൊണ്ടു ഈ പേരിൽ ഒരു സാധനം ഇല്ല പോവാൻ എത്ര പണ്ടാറാണ് അതെ പോവാൻ ഞങ്ങളെ പൊളിച്ചേക്കാരം വാങ്ങി കൊടുത്തത് ആ തുറക്കലുണ്ട് കാലിക്കറ്റ് അൽവാസ്റ്റാണ് കട അവിടുന്ന് വാങ്ങി കൊടുത്തോ എന്താ കുഞ്ഞാപ്പോ അലിയാക്ക വന്നിക്കണോ പെരയില് ജിലേബി ലഡുക്കെ വേണം. അടുത്ത് കൊടുക്കണോ കുഞ്ഞാപ്പോ എന്നാ സാധനം പൊന്നാൽ ചെങ്ങായി അതൊന്ന് പെരേക്ക് എത്തുവോ കുഞ്ഞാപ്പോ തോർത്താണൊക്കെ കാണാത്തല്ലേ ഈ കടീന്നായ എന്തുണ്ടോ അവിടെ ഹോൾസെയിൽ കഴിക്കുന്ന സാധനം കൊടുക്കും നല്ല ടേസ്റ്റ് ആണ് എന്നിട്ട് കഴിച്ചുകൂട്ടോ ഞാൻ ഇപ്പം വരാം കുഞ്ഞാപ്പോ വന്നിരിക്കും എടുത്തിട്ട് തിന്നാ ചായ മൊത്തം കുടിച്ചോളിച്ചോ. ഞാൻ പറഞ്ഞ പറഞ്ഞോളൂ നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പൊ മുഴുവൻ തിന്ന് നിർത്തിയില്ല ഞാൻ കുറച്ചുകൂടി കൊണ്ടുവന്നാ കുഞ്ഞാപ്പൂ സ്കൂളത്തെ കുറ്റത്തിലാട്ടിക്കണോ ആ മാഷ് വിളിച്ചിരുന്നു ഞാൻ ഇപ്പോൾ വരാം. മാഷ എല്ലാ കുട്ടികളും പോയില്ല മാഷ ഞാനും പോട്ടെ. നീ അവിടെ നിന്റെ ഉപ്പാനെ ഞാൻ വിളിച്ചിട്ടുണ്ട് നിന്റെ ഉപ്പ വന്നിട്ട് പോയാ മതി. ഇപ്പൊ വരാം. അതെന്താ ഉപ്പ വന്നാല് വേണ്ട വേണ്ട എടുത്തോറി ട്രൗസർ കൂടി പാത്തിട്ടുണ്ടാവും മാഷ ഇപ്പച്ചേ എന്തേ അതൊന്നല്ലോ എന്തേ പ്രശ്നം നിങ്ങൾ ഇവിടെ ഇരിക്കും ഞാൻ പറഞ്ഞുതരാം. ആ ആയിക്കോട്ടെ ഉപ്പാനെ കുറിച്ച് 2 വാക്ക് എഴുതാൻ പറഞ്ഞിട്ട് അവനെ എഴുതി വെച്ചത് നോക്കി. എന്താ ചെയ്യുന്നത് എനിക്ക് പഠിച്ച് പണി കിട്ടി ശമ്പളം കൊട്ടിയാൽ ഇപ്പാന്റെ കുടം ഞാൻ വെക്കും കുമ്പങ്ങോട് പോയിന്റെ കുടം വെട്ടാൻ മാത്രമായി അതിന്റെ കടം വീട്ടിൽ നിന്നാണ് ഇപ്പച്ചേ എഴുതിയത്. ഇത് മുട്ടാനി മാഷെ രാവിലെ വരാൻ അതിപ്പച്ചേ അത് മാത്രല്ല കോയക്ക മുട്ടെടുത്ത 4 ജീവികളുടെ പേര് പറയാൻ പറഞ്ഞിട്ട് ഇവൻ എന്താ പറഞ്ഞത് ചോദിച്ചു നോക്കി. ഏത് മുട്ടണ ജീവികളെ പേര് പറഞ്ഞു കാദർ മാഷ് ഔക്കുറിഞ്ഞി മാഷ് ഖദീജ ടീച്ചർ വനജ ടീച്ചർ ഓലൊക്കെ എനിക്ക് മുട്ടേതായിരുന്നു ഓലാണ് നോട്ട് പുസ്തകത്തിൽ മുട്ടിട്ട് തന്നെ ആൾക്കാർ. മാഷേ അടുത്തിൽ നിങ്ങളെ ഒരു മാർക്ക് കൊടുത്തോണ്ടു അല്ലെങ്കിൽ നിങ്ങൾ മുട്ടണ ജീവിയേക്കാ അവൻ ഇഷ്ടപ്പെട്ട പാട്ട് ഏതാന്നുള്ളതെന്ന് ചോദിച്ചു നോക്കി. ആ അയച്ചറിയാ കൊല്ലും മീനാട്ടി അയല്ലേ അല്ല പറ്റേ പിന്നെതാ ജനഗണമന അതെത്താ അത് പാടിയ സ്കൂളിൽ ബാഗ് മുതൽ തന്നെ പറഞ്ഞാ മനസ്സിലാവില്ല ഈ ചോദാ കോയക്കൊന്നും ഇങ്ങോട്ട് വരും. ഈ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളെ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ ക്ലാസ് കൊടുക്കണം. അതിന് മാഷെ ഞാൻ എന്താ ഇവിടെ വന്ന് ഇടയ്ക്ക് എങ്ങനെ നിൽക്കുമ്പോ ഒരു സമാധാനമാണ്. നല്ല വൈബ് ഒരു വെപ്പ് നാട്ടിക. പിന്നെ മൂത്താപ്പണ്ടിട്ട ബേക്കില് മൂപ്പരെങ്ങാനും കണ്ടാടല്ല ഞാൻ തച്ചു കൊല്ലും പെട്ടിട്ട് തന്നെ അമ്മാരി സ്വഭാവം. അയാളാ ദൂരത്താണ്. ആ വേമൊക്കെ കാണണ്ട. എരുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ പറഞ്ഞാ മതി. പെട്ടെന്ന് തുണ്ട് രണ്ടെന്നാണ് അവളെ സ്വഭാവം. എങ്ങാനും കണ്ടേ ഞാനല്ല പിന്നെ പെരേ കയറാൻ പറ്റൂല. അതാ എന്റെ മൂത്താപ്പ. എന്താ പരിപാടി എന്താ പരിപാടി എന്താ ഞാൻ ഒന്നുമില്ല എന്റെ പൂളാണ് അതാ സജ്ജായിട്ട് ഒരു രസമല്ല. പെരപ്പണി ഇറക്കുന്നുണ്ട് ആയിക്കോട്ടെ. അപ്പൊ കുറച്ച് സാധനങ്ങളൊക്കെ വേണം ടൈൽസും എന്നാ മതി. നമ്മള് വാളച്ചാലേ അത് പുറത്തേക്ക് ചാടരുത് അങ്ങനത്തെ ബാസ് പൈസ കൊടുത്താൽ കിട്ടോ അത് പോയാ മാറിട്ടാ പോർന്നു ഈ കാണുന്ന 6-4 ടൈലുകളൊക്കെ ഉണ്ടല്ലോ. ഈ 6-4 ടൈലുകളൊക്കെ വെറും 65 രൂപ മുതൽ ഇപ്പൊ നമ്മളൊരു ഓഫർ പ്രൈസിലൊക്കെ പ്രീമിയം ക്വാളിറ്റി കൊടുക്കുന്നുണ്ട്. സോപ്പില്ല ഇവിടെ സോപ്പോ ചേട്ട എന്തൊരു സോപ്പല്ലേ മാനം കെടുത്താൻ വേണ്ടിട്ട് ഇവിടുത്തെ ഒന്നും വാങ്ങട്ടോ ഇതൊക്കെ കംപ്ലൈന്റ് ആണ് വെള്ളം വരുന്നില്ല. തുണി കുപ്പായി മാറ്റി പോരാൻകല്ലേ. ഓൾ കേരള ഫ്രീ ഡെലിവറി ഉണ്ട്. ബജാജിന്റെ EMI സൗകര്യം ഉണ്ട്. ആ അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വന്നേ നീച്ചേ സുണക ഇതൊന്ന് പിടിച്ച അത് പൊട്ടിച്ചേട്ടോ. ആ ലേക്ക് നോക്കണേ അത് പൊടിച്ചാളെ കേൾപ്പണക്കില്ലേ അത് പൊട്ടിയിട്ടില്ലേ? അത് പൊട്ടിയിട്ടില്ലെങ്കിലും പൊട്ടിച്ചാൽ തന്നെ ആവശ്യമാണ്. അടച്ച തമ്പുരാനെ ഇരുന്ന് ശരിയാക്കി ഒന്നിച്ചാ ഇപ്പളാ സമാധാനം. ഇത് ഓനൊരു ബോധമില്ലാത്താണ് ഈ കണ്ട ഉറുപ്പേന്റെ മോലിനൊക്കെ നമ്മളെ ഇതിനൊന്നും അത്ര പൈസ ഒന്നും ഇല്ലാന്നോ. 15,000 രൂപ മുതൽ ഇത്രയും നല്ല കളർഫുൾ സാധനങ്ങൾ കിട്ടും. ആ 15,000 റുപ്യ കൊടുക്കണല്ലേ കാര്യം സാധിച്ചിട്ടുണ്ടെങ്കിൽ ഞാനാ കോരിടാൻ നടക്കും. 4 പീസ് ഓഫ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗിന്റെ 4 പീസ് എന്തൊക്കെയാണ്?
നസീർ യു സ്റ്റാൻഡ് അപ്പ്. ശരി വിളിക്കണ്ടേ നീക്ക് എന്താ ക്വസ്റ്റ്യൻ എന്താ തന്നെ കൊമ്പങ്ങാട് കോയാ ഇവിടെ വന്നാ ആ ഇവിടെ വാ. എന്നോട് ഞാൻ വാപ്പാന്റെ പേരല്ല ചോദിച്ചത്. 4 പീസ് ഓഫ് മാർക്കറ്റിംഗ്. ആ ആൻസർ പറയേ. പടച്ചറപ്പേ മാർക്കറ്റിത്തെ 4 സാധനങ്ങള് കിട്ടി. ആ പറയേ. പാവയ്ക്ക, പപ്പായ, പടവലം, പഴം. മാർക്കറ്റിംഗ്. എന്റെ വാപ്പാനെ വിളിച്ച് കൊടുത്തിട്ട് ക്ലാസ്സിൽ കയറിയാൽ വാപ്പാനെ കൊടുത്തിട്ട് പ്രിൻസിപ്പാളും കണ്ടിട്ട് ക്ലാസ് കയറിയാൽ ഓക്കെ. അവിടെ ദേഷ്യപ്പെടാൻ 4 പീസ് പോയതിന്റെ കാര്യമാണ് പറഞ്ഞ പുറത്താക്കി. 4 പീസ് പറഞ്ഞിട്ട് പോലെ പുറത്താക്കിയതേ ഞാൻ അങ്ങനെ കൊന്നിട്ടുണ്ടാവും. ആ പീസ് അല്ല പച്ചേ, ബാക്കിയുള്ള പീസൊക്കെ ഞാൻ അടച്ചാണ്. ഇടുവാ രണ്ടിലൊന്നും അറിയണം. അന്നെ ഇവിടെ പഠിപ്പിച്ചിട്ട് കാര്യം ഉണ്ടോ എന്നുള്ളത് അറിയണം. ഇവിടെ പഠിച്ചിട്ട് എന്താ ആകാന്നുള്ളത് ചോദിച്ചോ. പഞ്ചായത്ത് മുഴുവൻ കേട്ടു. അഞ്ച മോശം രണ്ടാമത്തേക്ക് ചവിട്ടേക്കുണ്ടേ. ഇങ്ങനത്തെ അന്റെ അടുത്ത് തന്നെയാണല്ലോ കുറിച്ച് ഞാൻ പൊളിച്ചേക്കാം. കടിച്ചോണ്ടോയോ എന്നിട്ട് അനക്കത്തും പറ്റില്ലേ? വണ്ടിയുടെ വെള്ളം ഇന്ന് പറ്റും. എന്തിനാ പന്നങ്ങോട്ട് അടക്കിയത്? ഇത് പഠിക്കാൻ എന്തോ പുതിയൊരു സാധനം കൊടുക്കണേ. എത്രയായി? മണ്ണിന്റെ കട്ട. മണ്ണാ കട്ടെ ഒറ്റ കുത്തിയാണല്ലോ എംബ്രിക്സ്. പടച്ചമ്പുരാനെ ഇന്ദ്രൻസ് ഒക്കെ പടം പറഞ്ഞു. എത്താ കോയെ എത്ര പറഞ്ഞാലും കേൾക്കൂലാന്ന്. ഇപ്പൊ മനസ്സിലായി മണ്ണിന്റെ കട്ടയല്ലേ പടവിന് വാങ്ങിക്കണേ. രണ്ടു നേരം ചെയ്കൾ കേട്ടല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞ കട്ട. കണ്ണി കണ്ട ചവിടി മണ്ണേറ്റല്ല, നല്ല ഉറപ്പുള്ള മണ്ണേറ്റാണ് ഇവര് ഉണ്ടാക്കേണ്ടത്. തന്നെ എന്നാ നല്ല തണുപ്പുണ്ടാവല്ലോ. അതന്നെ ഞാനോട് ഈ പറയണ്ടേ. അല്ല തവളെ അപ്പൊ ഇതൊക്കെ എവിടുന്ന വാങ്ങിയായി? ഏലംകുളം മുതുകുറിശിയിലേ RS ഒരു കമ്പനി ഉണ്ട്. ഓലിപ്പോ ഇതും തുടങ്ങിയതാണ്. തന്നെ എന്നാ എനിക്ക് നേരത്തെ ചച്ചൂടോ കോയെ. അതിന് പറഞ്ഞ മുഴുവൻ ഉൾട്ട കേക്കല്ലേ നടക്കാട് മായൽപോത്തിന്. ഇത് ഗജാലി അനുസരിച്ചെടുക്കണ എന്റെ ഫുള്ള് പൈസ ഞാൻ കിട്ടും. ഏത് നേരം അടി മാസമുള്ളൂ കൂലിയും തരാതെ. കൂലി എടുക്കാൻ പറ്റുമോ ഞാനും നോക്കട്ടെ. എന്റെ വരി കാര്യം നിങ്ങളെ പേരല്ലേ? അല്ല എന്റെ ബാപ്പാന്റെ പേരെ ഡെഫേർട്ടിന്റെ ബെഡ് വാങ്ങാൻ തോന്നിയത് നന്നായി. അറിയാതെ ഇതിൽ മയങ്ങിക്കല്ലേ കളി പറഞ്ഞാൽ ഞങ്ങളെ കളി ഒലക്കാണ് ചങ്ങായ സമനില പിടിച്ചാ കളി. അതിനൊക്കെ ഞങ്ങൾ എന്റെ വാപ്പയാണ്. നിങ്ങളല്ലേ നമ്മളെ കുട്ടിയൊക്കെ ഗോളിൽ അടിച്ചിട്ടുണ്ട്. CR7 ഇങ്ങനെ നിർത്താം. അങ്ങനെ നിർത്താൻ നിൽക്കാണ്ട് അത് നിങ്ങൾക്ക് അറിയില്ല. അതിനൊക്കെ ഞങ്ങളെ ശ്രീലങ്ക. ശ്രീലങ്ക നിങ്ങളൊന്നും ഇന്നലല്ലേ കളിയാണെന്ന് തുടങ്ങിയായി. അപ്പൊ ഞാൻ മിഞ്ഞാന്ന് ഞാൻ വിചാരിച്ചാൽ എനിക്ക് ഇന്നീലേറെ വയസ്സുണ്ടോന്നേ. എംബാപ്പിയോ ഇജെങ്ങാനും ഇനി ഇവിടുന്ന് ക്ലബ്ബൊക്കെ കളിയാണാൻ പോ. അല്ലെ പുറം ഞാൻ പൊളിച്ചേക്കാൻ ഇവിടുത്തെ TV എല്ലാം ശരിയാക്കി കൊണ്ടുപോകാൻ വേണ്ടി കേട്ടോ. അതിനെത്തൊരു കുഴപ്പം അതിൽ കളിയാണില്ല. അതന്നെ എറിഞ്ഞാൽ പൊട്ടിച്ചേക്കാൻ ഞാൻ TV. കോയിലേക്ക് കളിച്ചാൽ നിൽക്കരുത്. അതിന്റെ കാരണം എനിക്ക് TV വാങ്ങാൻ പൈസ അയച്ചാൽ നിന്നില്ലേ. അതിന്റെ പുട്ടടിച്ചിക്കാണ്ട് ഞാൻ പുട്ടല്ല അടിച്ച പൊറാട്ട തിന്ന്. പൊറോട്ട ഇതൊക്കെ കോയ ആരാന്നുള്ളത് കോയിലേക്ക് കളിച്ചേ. ചേലക്കാതെ യൂസ് പാജിന്റെ പേര് ബാക്കി TV വാങ്ങിക്കൊടുത്തോ. പെരുന്തൽമണ്ണ ഇമേജ് പോയിക്കോ. എയിം എന്നാണ് അതിന്റെ പേര്. TV ഓടട്ടെ എന്നാണ്ട് ഓടും. നിക്കട്ടെ തരാൻ നിൽക്കും. ആളല്ല TV. ഈ ഹെയിം ടിവിന്റെ പ്രത്യേകത എന്താ? ഒരു ഗൂഗിൾ TV ആണ്, QLED TV ആണ്. മാത്രമല്ല അതിനകത്ത് ഫാർ ഫീൽഡ് ഓപ്ഷൻ വരുന്നുണ്ട്. അതായത് നമുക്ക് റിമോട്ടിന്റെ ആവശ്യം വരില്ല. നമുക്ക് റിമോട്ട് ഇല്ലാണ്ട് വോയിസ് ഉപയോഗിച്ചുകൊണ്ട് ഇത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ഇതിനകത്ത് 4 വർഷത്തെ വാറന്റിയിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. പിന്നെ 000 ഓഫർ ഉണ്ട്. TV അയിമന്നെ മതി. ഇതെടുത്തോളി. ഡ്രസ് എടുത്തിട്ടോ നോക്കട്ടെ. നോക്കാനൊന്നും ഇല്ല, നല്ല സാധനമാണ്. പൈസ ഞാനാ തന്നിക്കണ്ടേ. എന്താ ഞാൻ നോക്കണീന്? ഇതെന്താ ഭയങ്കര അങ്ങാടിയോ? ആ കാതറാക്കാരെ വീടൊക്കെ കാണുന്നുണ്ടല്ലോ ഇതില്. മോഡലാണ്. മോഡല് എന്റെ മോറടിച്ച് ഞാൻ പൊളിച്ചു കയറി കടിക്കാൻ പാന്റ്. അത് നല്ല പാന്റപ്പാ. നോക്കട്ടെ ഞാൻ. അനക്കെന്താ പൈസ തന്നത് കഴിഞ്ഞില്ലേ? പിന്നെ ഇതിലേക്ക് കയറി പറഞ്ഞു കൊടുത്തു. ഇത് മോഡൽ തന്നെയാണ്. എന്ത് മോഡല്? മനുഷ്യന്റെ പൈസ നാസാക്കാനാക്കിയ ജന്മം. എന്റെ മോറിന് എത്തിനും പറ്റൂല. ആകെ ഞാൻ അടിച്ചോളൂ. ഇവിടെ വാ. എന്താ ഇവിടെ ഒച്ചപ്പാട്? ഇങ്ങോട്ടൊന്ന് നോക്കാച്ച്. 1-2 ഉറുപ്പ്യല്ല 2000 ഉറുപ്പ്യ കൊണ്ടേ കൊടുത്തില്ലേ. പട്ടി അടിച്ച മാർക്കത്തിന് പേനും കൊടുത്തു. വേങ്ങരങ്ങാടി മുഴുവുള്ള ഒരു ഷർട്ട് പിടിച്ചുകൊണ്ട് പോകുന്നു. മനുഷ്യന്റെ താറവാടിന്റെ പേര് കളയാൻ വേണ്ടി ഇങ്ങനത്തെ ഒന്നും വരെ കുഞ്ഞാര കോയക്ക ഇതാണ് ഇപ്പത്തെ മോഡല്. ഇങ്ങനത്തെ കിട്ട് നടന്നാലാണ് നിങ്ങളെ കുടുംബത്തിന് ഒരു അന്തസ് ഉണ്ടാവുള്ളൂ.
അങ്ങനെ പറഞ്ഞോട്ടെ. നേരെ പറ്റി പറയുന്നത് അപ്പൊ ഇതൊക്കെ മോഡൽ ഈ കീറി പറഞ്ഞതൊക്കെ അതല്ല ഇപ്പൊ അന്തസ്. അങ്ങനെയാണെങ്കിലേ നമ്മളെ തറവാടിന്റെ അന്തസ് പോകാൻ പാടില്ല. നജ്ജു പോയിക്കോ. ഒരു 5-6 കീറിലും കൂടി ഏറുള്ള പാൻറ് എടുത്താണ് പോകുന്നു. നമുക്ക് അന്തസ് ഒട്ടും കുറക്കാൻ പാടില്ല. അല്ല എത്ര മോഡൽ ഡ്രസ്സ് കിട്ടുന്ന കട ഏതാ? അത് ഭയങ്കര താഴങ്ങാടിയുള്ള ഡി കമ്പനി പറഞ്ഞ ജെൻസിന്റെ ഷോപ്പ്. കല്യാണം അറിഞ്ഞൂട്ടോ? ആരെങ്ങളോടൊക്കെ കല്യാണം പറഞ്ഞു? ചെറുക്കൻ കുഞ്ഞാപ്പ് പറഞ്ഞു. അടച്ച തമ്പുരാനെ. അവൻ കണ്ടോലോട് മൊത്തം പറഞ്ഞു. ആഹാ ഓന്റെ ഔത്തർച്ച് ഇന്ന് ഞാൻ കലക്കും. അല്ല അപ്പൊ ഒന്ന് സ്വർണ്ണം എടുക്കാൻ പോണ്ടേ? ആദ്യം ഓന്റെ കോട്ടയിൽ എടുക്കാണ്ട് ഞാൻ സാധനം കടിക്കാം. ഓടെ ഓനതാടുണ്ട്. കുടന്ത്രമന്ത്രമൊന്നും മതിയില്ലടാ. എന്റെ കുതന്ത്രം നീ ഞാൻ കാണിച്ചാടാ. താങ്ക്സ്. അന്നന്ന് ഞാൻ കൊല്ലും. നാട്ടുകാരോട് മുഴുവൻ കല്യാണം പറഞ്ഞു കിടക്കി. ഇങ്ങോട്ടിറങ്ങി തച്ചെന്ന് ഞാൻ കൊല്ലും. ഞാൻ ഇങ്ങോട്ടിറങ്ങിയത് അനക്ക് അങ്ങനെ നാട്ടുകാരോട് മുഴുവൻ കല്യാണം പറഞ്ഞുകൊണ്ട് നടക്കാൻ തന്ത കൊമ്പക്കാട് കോയിന്റെ അടുത്ത് പൈസ ഉണ്ടോ? അത് നിങ്ങളല്ലേ? അത് ഞാനാണല്ലേ. ഇജ്ജ് മാതിരി നാളെ ആ കല്യാണം പറഞ്ഞുകൊണ്ട് നടക്കണോ? ഞാനോട് പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ ആരോടെങ്കിലും കല്യാണം പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല പൈസ തരുന്നവരോട് മാത്രം പറഞ്ഞാൽ മതി. എളുപ്പം നടക്കേ പണ്ടെടുക്കാൻ പോണെന്ന്. പണ്ടറങ്ങാനായിട്ട് ഈ തന്തന്റെ ഇറക്കത്ര ഒരു കാലത്തും തീരൂല. മോള് കല്യാണാണേ അപ്പോൾ കുറച്ച് പണ്ടെടുക്കണം. വലിയ കനകളൊന്നും കാട്ടി കൊടുക്കണ്ട. ഒരു 100 കണ്ണുകൾ കാട്ടി കൊടുത്താൽ മതി. അതിനാ ഏലസെട്ടാനോ? അടച്ച തമ്പുരാൻ എത്ര വലുതൊന്നും വേണ്ട. കൗത്തോടിയാ മടിയിൽ കൊടുത്ത് ആഹാ ആകെ ടൗസർ ഇട്ട് കണ്ട് കളിച്ചാൻ പോയിക്കേ. ഒരേ കോട്ടൽ നീ അടുക്കും ഞാൻ. കുട്ടാപ്പിയ ഗോള് ജേഴ്സിയില്ല ടൗസറും ഇല്ല. എന്റെ ഞാൻ കളിച്ചാനുമില്ല. ഞാൻ അടുത്ത് ബനാന കിക്കാട്ടോ. അന്റെ ഉള്ള ബനാന ഞാൻ ഒന്ന് കട്ട് ചെയ്യുന്നത്. ഇന്റെ ബനിയനത്തിലും ടൗസറിലൊക്കെ ചളിയാക്കിക്കേ. എനിക്ക് ഇതല്ലാതെ തുണി കുപ്പായം കിട്ടിയില്ല. വലിയ കോയങ്കാട് കൊമ്പാണല്ലോ. ഒരു ജൈസ് വാങ്ങി തരാൻ പറ്റൂല. കോയങ്കാട് കൊമ്പേന്ന് കുടുംബത്തെ പറഞ്ഞാൽ ഈ ഒരു കട്ടക്കാരൻ ഇവിടെ ഉണ്ടായിട്ടാണ്. കുഞ്ഞപ്പോ കുഞ്ഞാപ്പോ എനിക്ക് ജെയ്സി അല്ലേ വേണ്ടത്? അപ്പൊ അതന്നെയല്ലേ പറഞ്ഞേ. നമ്മളെ ഹാഫ് വെള്ളാമ്പുറത്തുണ്ടേ. പോയോ? ഇല്ല പറ്റിയ ഇവിടെ ഉണ്ടോ? ഹാഫ് വെള്ളാമ്പുറത്തുണ്ടേ ബോഗി എന്ന് പറഞ്ഞിട്ട് ജെയ്സി അടിച്ചിട്ട് ഫാക്ടറി. അവിടെ പോയിക്കാണ്ട് അനക്ക് പിന്നെ പോയോ? ഇല്ല പറ്റിയ അവിടെ പോയിക്കാണ്ട് അനക്കും ഈ ഗ്രൗണ്ടിൽ കളിച്ചിട്ട് എല്ലാ കുട്ടിയാക്കും കോമ്പങ്കാട് കോയാന്നും കുഞ്ഞാപ്പും എഴുതിയ ജെയ്സിന്റെ വക. അതിന് ഞാൻ തോന്നാലും മേടിയില്ല. അല്ല പിന്നെ കല്യാണം കൊടുക്കണം. നല്ലോ കൊടുത്തു കേട്ടോ. ഹലോ ഈ കൊമ്പങ്കാട് പോയാ ഇന്റെ പച്ചാണ്. എന്തേ? ഒന്നുമില്ലേ, കുറച്ച് പൈസ കൊടുക്കണ്ടേന്. അല്ല ഞങ്ങൾ പെരി പോയി. അവിടെ ആരുമില്ല. ഇമ്മച്ച് വിരുന്ന് നോക്കണേ. അവിടെ ആരും ഉണ്ടാവില്ല. ഞാനും പറ്റിപ്പോ സൈനാത്തന്റെ പേരില്ല. പേര് കാട്ടിയരാ. സൈന ഇടിമിന്നൽ വന്നാലും പേമാരി വന്നാലും പോയ പത്രൂല. ഞാൻ എന്റെ അടുത്ത് തന്നെ വരും. അപ്പൊ നിങ്ങൾ നാളെ വരുമോ? മഴ ഇല്ലെങ്കിൽ വരണ്ടേ? ഇപ്പച്ചേ ഇതൊക്കെ പൈസ തരാൻ ആൾക്കാർ വന്നിട്ട് വരികയെ. ചെല്ലു മനുഷ്യ. പൈസ തരാൻ എന്തിനാ തൊടുകൊണ്ടോടും. ശരിയാക്കി തരാം. നിർത്തി നിർത്തി നിർത്തി. എന്താ പ്രശ്നം? ഇനി മേലാൽ കുട്ടികളെ കല്യാണം കൊടുക്കണ്ടല്ലോ. പണി ഞാൻ കഴിച്ചു. ഞാൻ ഈ കാര്യം സൈന അറിയണ്ട. നിങ്ങൾ പോയിക്കോളി പോയിക്കോളി. ഇനി ഉണ്ടാവില്ല. ഓരെന്തിനാ വന്നത്? ഓലിനോട് പൈസ കടം ചോദിച്ചാൽ ഞാൻ ഉണ്ടോ കൊടുക്കണു. ഉസ്മാനെ ഒന്നുകൂടി വന്നാല്. എന്റെ പെങ്ങളെ കല്യാണം എന്തായി? ഒന്നും ശരിയായിട്ടില്ല. ഓക്കൊരു 10-30 വയസ്സായില്ലേ? അനക്ക് ആ ഇന്റിമേറ്റ് മാട്രിമോണി പോയിട്ട് ഒന്ന് രജിസ്റ്റർ ചെയ്തൂടെ? അതിനൊക്കെ കുറെ പൈസ ആവും. 30 വയസ്സിന് മുകളിലുള്ളവർക്ക് രജിസ്ട്രേഷൻ ഫീസ് മേടിക്കൂല. പിന്നൊരു കാര്യം, എത്തിയും കുട്ടിയാണെങ്കിലേ ഒരു ഫീസേ മേടിക്കൂല. നീ വേഗം പോയിട്ട് ആ ഇന്റിമേറ്റ് മാട്രിമോണി പോയി രജിസ്റ്റർ ചെയ്ത്. ചെല്ല്. പൈസല്ലേ ഇതറിഞ്ഞോ? ഇല്ലേ? ഞാൻ ജപ്പാനിക്ക് പോവാണ്. ചായ സ്വാമിയെ കോയ കോയക്കാ സുണക്കാ നമ്മൾ ജപ്പാനിക്ക് പോവാണ്. അതിന് ഒഴിവാക്കല്ലേ. അതും കൂടി നിന്റെ അലിക്ക് വരാൻ വേണ്ടിട്ട് എടുത്തിട്ട് പോക. നമ്മൾ ജപ്പാൻ സ്ക്വയർ എന്ന കടിക്കാ പോണത്. അവിടെ ഓണത്തിന് നല്ല ഓഫർ ഉണ്ടോലോന്ന്. രണ്ട് ഗ്ലാസ് ഒരു അച്ചാർ എടുത്തുക്കോ. എന്തിനാ ക്ലാസ് വെച്ചാറും ഓണം ഓഫർ ഇല്ല. 24 മണിക്കൂർ ആ ഒരു ചിന്തനോളൂ. എനിക്ക് എനിക്ക് സ്കൂട്ടർ വേണ്ടേ? ஆமா ஸ்கூட்டர் கண்டிப்பா வேணும். 2 நாள் முன்னாடி டவுசர் போட்டு கொம்பு இருக்கிற யானை இது நடந்து போச்சு நைட்ல. അത് കൊമ്പുള്ള ആനല്ല പോയത്. കൊമ്പങ്കാട്ടുന്ന് ഞാനാ പോയത്. അടക്കടവുളെ നീங்க அதுக்கு നൈറ്റ് ടൗസർ പോട്ടുള്ള പോണോ? അത് ചെന്തിനാ എന്നോട് പറയേണ്ട ആവശ്യം? അനക്കിപ്പോ എന്താ വേണ്ട? ഒരു സ്കൂട്ടർ അല്ലേ? ആമാ. ഇതിനൊക്കെ ഒരു വാഷിംഗ് മെഷീനും ഒരു ഫ്രിഡ്ജും അനക്കൊരു സ്കൂട്ടറും. സുണകാ ഇതൊക്കെ പൈസ കൊടുക്കാതെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജപ്പാൻ സ്ക്വയർക്ക് പോവാൻ നല്ലത്. സെപ്റ്റംബർ 30 വരെ ഉള്ളൂ. നീച്ചേ அப்படியா? நீங்க வெறும் கோயை இல்லை, பிஸ்கன் கோயை வாங்க போலாம். സുണകാ സുണകാ ഇവിടെയൊക്കെ നസി കുസിയാക്കി. ഇന്ന് വേല എടുക്കണില്ലേ? இன்னைக்கு வேலைக்கு போக முடியல. பொண்டாட்டிக்கு உடம்பு சரியில்லை. யார பொண்டாட்டிக்கு? உங்க பொண்டாட்டிக்கு தான். இந்த பொண்ணாக்கு சுகம் இல்லாத நிஜ லீவ் எடுத்து கொடு. இങ്ങോട്ട് വാ.
என்ன சொன்னாலும் இன்னைக்கு வேலைக்கு வரல. இன்னைக்கு எனக்கு லீவு வேணும். എന്തിന്? இங்க ஆலச்சால் பக்கத்துல ஈட்டி சிட்டின்னு ஒரு இடம் இருக்கு இல்லையா, அங்க வந்து ஒரு சூப்பரா ஒரு பார்க் வந்திருக்கு, ட்ரீம் லேண்ட்னு ஒரு பார்க். இன்னைக்கு எனக்கு லீவு கொடுத்தா நான் அங்க போய் என்ஜாய் பண்ணிடுவேன்ல. അത് ഇവിടെ മൂന്നാമത്തേനല്ലേ? அப்ப அதுதான் நம்ம அங்க போய் என்ஜாய் பண்ணலாமா? എന്നാ ഞാനും വരാം. அப்ப அடிச்சு கேറി வா. ശ്രദ്ധിക്കണ്ട മാനെ. ശ്രദ്ധിക്ക. இதுதான் நான் சொன்ன பார்க். ஆமா. போயாக்கா கொஞ்சம் இங்க பாரு. எங்க? இங்க பாருங்க. அதுக்கு உயிர் இல்லை. கோயக்கா யானை. செய்யல யானை. போட்ட சொல்லடா கொம்பங்காட்டுக்கு. ஆட்டலி கோயக்கா ഇജ്ജ ഉക്കടാ. ആട്ടലി கடவுளே காப்பாத்துங்கயா. അടച്ചറബേ എന്തൊക്കെ ഇതിനുള്ളിൽ. போயிட்டு வாங்க. கோயக்கா மச்சாலே அங்க பாருங்க செய்யல. സൂണകനെ കണ്ടിരുന്നു. ഓനതാ പെരല്ലേ? സൂണക ഏത് തെണ്ടിയാടാ എന്റെ ഉമ്മത്ത് കിടന്ന് അമർന്നത്? തള്ളവട്ടുണ്ടായിരുന്നു. എന്തിനാ നീ വന്നത്? സൂണക തുടർന്ന് വന്നിട്ടില്ലേ, അപ്പൊ പണിക്ക് കാണായിട്ട് പോകുന്ന. വന്നില്ലല്ലേ? എങ്ങനെയാടാ വരിക? ഇന്നലെ അവൻ വന്നിട്ട് കിടന്ന കടുപ്പണീറ്റല്ലേ അവന്റെ കണ്ണ് കലങ്ങിയിട്ട് കറുത്ത ഉണ്ണി മുഴുവൻ പുറത്തേക്ക് പോയിരിക്കണതാ. നിന്റെ കുട്ടിയുടെ മുഖത്ത് കൈ വെച്ചാല് നിന്റെ കണ്ണ് അടുത്ത് ഞാൻ പൊട്ടിക്കോടാ. കൊമ്പങ്കാട് കോയനേറ്റ് ഒച്ചടി. കൊമ്പങ്കാട് ചേറ്റ്. കൊമ്പങ്കാട് ചേറ്റല്ല, കൊമ്പങ്കാട് കോയ. ചേറ്റ്. അങ്ങനെയാണ് ഈ സൂണകനെ വിളിച്ച്. എടാ സുഗുണ വാടാ. അമ്മ ചായ. കോയ ഇപ്പട്ടോ വാടാ സുഗുണ. എന്തമ്മ മൂത്തൊക്കെ പറയണ തച്ചോല്ലോ. ഇന്ന തല്ലി അമ്മ. കണ്ണോക്കെ കണ്ണു പോയി. എവിടേക്ക് പോയി? കണ്ണവിടെ ഉണ്ടല്ലോ. കണ്ണ് പൊട്ടിപ്പോയിന്നാ പറഞ്ഞത്. ചെറ്റ കോയെ. സൂണക വാ, എന്റെ കണ്ണുമാണൊന്ന് കാണിച്ച. അമ്മച്ചാ എന്താണ് പ്രശ്നം? ആരുടെ അമ്മച്ചി? ഇവിടുത്തെ പ്രശ്നം തീർക്കാൻ നീ ആരുടെ? മാരമോ ഇതുവരെ വിരുന്ന് വന്നിട്ട് നിങ്ങളെ ഉടുക്കും കൊണ്ടുപോയില്ലല്ലോ. നമുക്ക് ഉടുക്കണം. ഉട്ടോപ്യ ഫെസ്റ്റിക്ക് എന്നാ പപ്പാനോട് പറയും. ഇതൊക്കെ വെട്ടി ഒഴിവാക്കാൻ വെറുതെ മാലപ്പടക്കണ്ടാണ് മാതിരി ഉണ്ടായിക്കാന്നല്ലാതെ. എന്ത് ഉപ്പിലിട്ട് എന്താണ് ആരെങ്കിലും പറഞ്ഞയച്ചേ? ഒരു കൊയ്യാൻ തരും ഞാൻ കൊണ്ടേക്കൊണ്ട്. എന്താ കുട്ടികളെ പറഞ്ഞ് മൂപ്പിച്ചിട്ടുണ്ട്. ഉട്ടോപ്യൻ ഫെസ്റ്റിക്ക് പോവാൻ ഇപ്പൊ പാനോട്ടിങ്ങ ഒറ്റ പരിപാടിയാണ് പോയിക്കോളി. അതിന് കുഴപ്പമില്ല. ഉട്ടോപ്യൻ ഫെസ്റ്റ് പറഞ്ഞിട്ടുള്ള ഒരു ഫെസ്റ്റ് അവിടെ നടക്കും. ഇനി പത്ത് സെക്കൻഡ് ഇനി പെരുന്നാക്ക് പോകാല്ലായിരിക്കും. എല്ലാ കുട്ടികളും പോകണ്ട്, ഞങ്ങളും കൊണ്ടുപോയി. എന്നാ ഞാൻ ഒന്നും നോക്കണ്ട, എല്ലാവരും മാറ്റിക്കൂലി. ഞാനും ഒന്നും കളറാവട്ടെ. ആറ്റിക്കൂടെ പോവാ. എല്ലാത്തിലും കയറണ്ട കേട്ടോ. ഇതന്നെ ഞങ്ങൾ കൊണ്ടുവരാറുണ്ട്. ഓയേ നല്ല രസമുണ്ട്. വേമ്പ കുഞ്ഞാപ്പ മര്യാദ ഇറങ്ങിക്കട്ടെ. കോയ അവിടുന്ന് പാപ്പാനെ കയറി കോയണം. അല്ല ഇതിന്റെ സ്റ്റാരിങ്ങിനല്ലേ കേട്? ഉപ്പ ശരിയാക്കി തരാം. ഒറ്റ തമ്പുരാന് ഇതൊക്കെ അതിനേറെയാണ്. തന്നെയാണ് ഇത് ഓടാത്തത്. ഇതിന്റെ അവിടെ എന്താ വണ്ടിമത്തെ സ്ക്രൂവാണ് ലൂസേ, അല്ലാതെ വണ്ടിമക്കല്ലേ അല്ലേ പോയി ചെയ്ത്. എന്താ കാട്ടിക്ക? ആ ലേശം അട്ടക്കരി എന്തെങ്കിലും വെച്ചാൽ മതി. അതിനത്രം വലുതൊന്നുമല്ലേ. അജിച്ചൊരു ഹെൽപ്പറായിട്ട് ഇവിടെ നിൽക്കേ. ഇതൊക്കെ കൂടി എന്നെ കൊണ്ടാവില്ല. കൂടെ ഡ്രൈവർ കൊണ്ടേ. അടുത്ത താനെടുത്ത് തരാനല്ലേ പറഞ്ഞു, അല്ലാതെ എന്നോട് ഇതിൽ തരാനാ പറഞ്ഞു. എടുത്തോണ്ടേ കട്ടിമ്പ്ലാരോട്ടേ. ഇതൊക്കെ കൈക്ക പിടിച്ചതൊക്കെ ഏറെയാണ്. ഇതിന്റെ ആവശ്യമില്ല. ഇന്നൊക്കൊണ്ടാവില്ല കേട്ടോ. ഇതൊക്കെ കൂടി നേരിയാക്കാം. ഇതൊക്കെ വരക്കത് എത്ര കാലായിക്കുന്നത് വണ്ടി ഇത് വരക്ക പോകണം. ഇതൊക്കെ കൂടെ നേരാക്കി കാട്ടി നല്ലത്. വാങ്ങാൻ കിട്ടുന്ന പീടിയ എവിടെ ഉണ്ടോന്നാവോ? അവിടെ മഞ്ചേരി വായ്പാറപ്പടി മാപ്പി ഉറുപ്പ്യന്റെ ഉപകാരം ഞാൻ പറഞ്ഞല്ലേ. ചങ്ങായ തലയില് ബാക്കിൽ തോക്ക് ഇപ്പൊ വേണ്ടിയുള്ളൂ. പടച്ചോനെ അന്റെ കജിലത്തള്ളേ. എന്റെ കജിലത്ത് ഒരു ബക്കറ്റ് ഉണ്ട്. മുന്നിൽ ബോംബുണ്ട്. പടച്ച തമ്പുരാനെ കക്കൂസിൽ വെള്ളം പറഞ്ഞോണ്ട് അതിഞ്ഞു പോട്ടൂല. ബാക്കിലോ വരുന്നുണ്ട്. എറിയ ചങ്ങായോന്റെ മണ്ട നോക്കി എറി. ഒരു മിനിറ്റ് തേങ്ങ നോക്കുന്നുണ്ട്. പടച്ചോന്റെ തേങ്ങ അല്ല വാപ്പയാണ്. പിന്നെ വെടിയൊക്കെ കുഞ്ഞാപ്പ് മറുകയാ. കുറച്ചേരെ കൊമ്പങ്കാട് കോയാണ് വെടിയൊക്കെ ഉണ്ട്. ഓന്റെ കുതിരകളെങ്ങൾക്കൊന്നും പെരിയില്ല. ആ 19 തീയതി ഇതിന്റെ കുടിയിരിക്കല്. അതിന്റെ മുന്നത്തൊന്ന് തീർത്തരുകൾ. അങ്ങനെ ഇരുന്ന ആൾക്ക് കസാല എന്തെങ്കിലും കൊടുത്തോ? തവളക്കോയെ പടച്ചറബേ നീർക്കോലി കണ്ണൂടെ പെയിന്റിന്റെ പണി നടക്ക. വെയിലുണ്ടറക്കേ തള്ളത്തിക്കാണ് നിക്ക.
ഒരു തോക്കിനൊട്ടേ പൈസ ആവുന്നാവോ നിർക്കോലിയേ പേരെ മൊത്തം കളറാക്കാണ് പറച്ച തമ്പുരാനെ പേര മൊത്തം വയറിളക്കിക്ക് എല്ലാവർക്കും ഉണ്ടടി ആ കൊടക്കടേ ഇജ്ജ് വേഗം അതിനൊക്കെ ആശുപത്രി കൊണ്ടാവും നോക്കേ ഒന്നും ഇവിടെ വന്ന ഇന്റെ മകളെ പെരപ്പണിക്കേ പെയിന്റ് നല്ലത് എവിടുന്ന് എടുക്കാന്ന് നല്ലോട് ചോദിച്ചാൻ വേണ്ടി വന്നാ തവളെ വൈലത്തൂർക്ക് പോയാ മതി അവിടെ പെയിന്റ് മാത്രല്ല കുട്ടിക്കുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് ഇമ്മുട്ടിന്റെ കുട്ടിക്കും വായിച്ചു നോക്കാം എല്ലാം ചോവ്യാക്കാത്ത ആൾക്കാർ അതേപോലെ നമ്മളിപ്പോ എവിടുന്നാ നല്ല പെയിന്റ് എടുക്കാന്ന് പറഞ്ഞേ അന്റെ തലയിലേ അസ്സലാമു അലൈക്കും. വൈലത്തൂരുണ്ട് ബെസ്റ്റ് പെയിന്റ് ഷോപ്പ് ഇറങ്ങണ കട തന്നെ അവിടുന്ന് എടുത്താ മതിയെന്ന് നിന്റെ മകളെ പേരെ വേങ്ങരല്ലേ തവളെ വേഗരയുണ്ട് ഓൾക്കൊരു കടാന്ന് നേരത്തെ ചച്ചൂടനായി നീ നിർക്കൊല്ലി അവിടുന്ന് നടക്ക് തവളെ ഇങ്ങോട്ട് കാട്ടിയ കുട്ടിയായി ഞാൻ നിർക്കൊല്ലി ഒരു ഒറ്റ കുത്താൻ കുത്തണ്ട സിയാസ് കരീമാണ് ഷവായും ക്രീമല്ല സിയാസ് കരീം ഓനെ വെച്ചാടിന്റെ കളിയാണ് എനിക്ക് പള്ളർച്ച പാസിലുണ്ടായ പോലെ സിയാസ് കരീമല്ലേ ഞാൻ കൊമ്പക്കാട് പോയാ എന്റെ പണിക്കാരനാണ് അത് സുണകനെ ഓ എന്റെ വലിയ ആരാധകനാണ് അപ്പൊ അവിടെ ഉള്ളവരൊക്കെ ആൾക്കാരെ ഞാനൊന്ന് പറഞ്ഞ നേരത്തെ ഹായ് കൊടുക്കാണ്ടോ അത് വലിയ കാര്യമാണ് എന്നായിക്കോട്ടെ ഞാൻ പോയി ആയിക്കോട്ടെ പാർസലിന്റെ പൈസയൊക്കെ സിയാസ് തരും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് ഇനി നോക്കിക്കോളി സിയാസേ കണ്ടോ അതൊക്കെ പോട്ടെ എന്നായിക്കോട്ടെ പോരെ പോരൊക്കെ വാപ്പാരൊക്കെ പുതിയാപ്പിളായി മനസ്സിനാ പോയാ 2,300 ഷവായിക്ക് 2,300 നിങ്ങളത് മാത്രല്ല പോയൊക്കെ പാർസൽ ഉണ്ടല്ലോ നിങ്ങൾ തരുന്നും പറഞ്ഞിട്ട് കൈ ഇങ്ങോട്ട് പൊന്തിച്ചില്ല ആ കള്ള പിഷ്കങ്കോ എന്നെ ജാമ്യം പോയി ഇത് പാരത് പൊന്നാർ ചങ്ങായി എന്നോട് പറയാണ് ഞാൻ അതിന്റെ വലിയൊരു പേര് എന്റെ പേര് കൊമ്പക്കാട് പോയ നാട്ടിലെ ജീവ ഒരു മുത്താട്ട എനിക്കത് വാങ്ങിയേ കണ്ടു ഒരേ മോച്ചല്ലേ നിങ്ങൾക്ക് ഒന്നും ഒരു പേര് നിങ്ങൾ പോന്നാ അടച്ച തമ്പുരാനെ ഞാൻ ഏത് വണ്ടിയിലാ സൈനാനെ കൂട്ടിക്കൊണ്ടിരാ വിചാരിച്ചു കൊടുക്കുന്നു ഏത് വണ്ടി ഇങ്ങോട്ട് നോക്കാം ഇതുണ്ടോ എന്നാ കേറിക്കോ മണ്ണ് തെറ്റിയ പോയി പാർക്ക് കുഞ്ഞാപ്പൂനെ കണങ്ങൾ ഓ കുതിരമ കളിച്ചോണ്ടിരിക്കുന്നുണ്ട് കുതിര ചൂടർത്തി ഇതൊരു ഒറ്റ എടുത്താണ് നാസാക്കാൻ ഞാൻ കാണിച്ചു തരാം ഇഞ്ചമ്മ വന്നാലേ ഞങ്ങളെ മോളുണ്ട് ബുദ്ധിയില്ലാത്ത ജന്തുല്ലത് അത് നമ്മളെ സ്കൂൾ മറക്കും പോയിക്കണോ അന്നെ പറഞ്ഞാൽ മതി ഇതിനൊക്കെ ഇന്ന് തേഞ്ഞാ കാണൂല അതിനെ ഓനെ കാണാൻ ഇന്റെ ഐഡിയ ഉണ്ട് അത്ര പിത്ര വളാച്ചി മറിയമ്മ നിങ്ങളെ കൂതി കേട്ടോ അല്ലണ്ട് ഇപ്പച്ചോടെ പച്ചര കാണാൻ ഒരു ഐഡിയ ഉണ്ട് ഇപ്പച്ചേ സൈന വന്നു കിട്ടി കിട്ടി വെറുതെ പറഞ്ഞാൽ പച്ചേ പൈസ പെട്ടി തരുട്ടോ ഇതിനകത്ത് ആരാളെ അത് പൈസ തരും പാടി കുഞ്ഞാപ്പൂനെ കണ്ടോ കമാൺ everybody about ഒന്ന് ഇവിടെ കമോൺ നീ കണ്ടപ്പോ സമാധാനം പറഞ്ഞു പോയ അന്നെ ഞാൻ കണ്ടിട്ടില്ലല്ലോ എത്ര തവണ കോട്ടായിട്ടൊക്കെ നടക്കണോ ഒഴിവാക്കി എവിടുക്കാ താറാവാണായിട്ട് തറവാട്ടൊക്കെ ഒന്ന് ഇപ്പൊ പോവാൻ വെച്ചാ കാലിന് സുഖല്ലണി പോണോ മരിയോള് പെറ്റെടുക്കണം അവിടേക്കാ പോകാണെന്ന് മഞ്ഞപ്പിത്തല്ലെങ്കിൽ ഹോസ്പിറ്റലിക്ക് പോവാണോ മറ്റന്നാൾ കുമാരനോടത്തെ കല്യാണം എനിക്കുണ്ടോ മത്തം കുത്തിയാ കുമ്പളം നോക്ക് എത്തൊക്കെ കോയേജ് പറയണേ കണ്ണ് കാണില്ലല്ലോ കോയെ കണ്ണൊന്നില്ലാന്നോ പടച്ച റബ്ബേ നീർക്കൊല്ലേ അതിന്റെ കണ്ണ് പുറത്ത് കാണിക്കണു ഉള്ളിൽ വെക്കാൻ പറ്റൂല ഇതന്നെയാണ് നിങ്ങളെ മേത്തൊക്കെ ഐറ്റംസ് എടുക്കാൻ തന്നെ വേണ്ടി പടച്ച റബ്ബേ ഒരാള് വരുന്നുണ്ട് ചോദിച്ചു നോക്ക ഇവിടെ അടുത്ത എവിടെ കണ്ണാസ്പത്രി ഉള്ളത് എന്നോടല്ലേ ചോദിച്ചൊന്ന് ഇത് ഞാനാണ് എന്താ പറ്റി കണ്ണൊന്ന് അമ്പലം പറഞ്ഞതാണ് നമ്മൾ അടുത്ത എവിടെ നല്ല കണ്ണാസ്പത്രി ഉള്ളത് നമ്മളെ മേലോവട്ടാമ്പി അൽഷഹാം ഹോസ്പിറ്റൽ ഉണ്ട് കണ്ണാസ്പത്രി അവിടെ പോയാൽ മതി ആയിക്കോട്ടെ ഞാൻ ഏറ്റു ഞാൻ കുറ്റം പൊട്ടിച്ചേ കഴിഞ്ഞോ ഞാൻ പന്തളിച്ചാൻ പോവാട്ടോ പപ്പാനോട് പറഞ്ഞു കുഞ്ഞപ്പോ എവിടേക്കാച്ച് പോണ്ട് ഞാൻ കളിച്ചാൻ കളിച്ചാലും പോലെ അല്ല അല്ലാക്കുണ്ടല്ലോ ബേക്കറി എന്തെങ്കിലും വാങ്ങിക്കൊണ്ടു ഈ പേര് ഒരു സാധനമില്ല എവിടേക്കാലും പോവാനായിട്ടാണ് ഈ പണ്ടാറാണ് അതെ പോവാൻ ഞാൻ പൊളിച്ചേക്കാരം വാങ്ങിക്കൊണ്ടത്
ആ തുറക്കലുണ്ട് കാലിക്കറ്റ് അൽവാസാണ് കട അവിടുന്ന് വാങ്ങിക്കൊടുത്തോ. എന്താ കുഞ്ഞാപ്പോ അലിയാക്ക വന്നിക്കണോ പെരയില് ജിലേബി ലഡുവൊക്കെ വേണം. അടുത്ത് കൊടുക്കണോ കുഞ്ഞാപ്പോ എന്നാ സാധനം പൊന്നാൽ ചെങ്ങായി അതൊന്ന് പെരേക്കെത്തുവോ കുഞ്ഞാപ്പോ തോർത്തണൊക്കെ കാണാത്തല്ലേ ഈ കടീന്നായ എന്തുണ്ടോ അവിടെ ഹോൾസെയിൽ കഴിക്കുന്ന സാധനം കൊടുക്കും നല്ല ടേസ്റ്റ് ആണ്. നജ്ജ് കഴിച്ചൂടോ. ഞാൻ അപ്പോൾ വരാം. കുഞ്ഞാപ്പോ വന്നിരിക്കേ എടുത്തിട്ട് തിന്നാ. ചായ മൊത്തം കുടിച്ചോളിച്ചോ. ഞാൻ പറഞ്ഞ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പൊ മുഴുവൻ തിന്ന് നിർത്തിയില്ലേ ഞാൻ കുറച്ചുകൂടി കൊണ്ടുവന്ന. ആ കൊമ്പങ്കാട് കോയ വരാതെ അവിടെ മൗലൂദ് തുറക്കണ ഇച്ചൊന്ന് കാണണം. വയ്യും ഹയ്യും ചിപ്പിങ് ഹയ്യും ഹന്തും ഹൈറും കത്തരുവാ. അയ്യവ തുടങ്ങിയുണ്ട് ഞാൻ ഉസ്മാനെ അവിടെ മൗലൂദ് തുടങ്ങിയില്ലേ. ഞാനാരാ മനസ്സിലായോ? കുഞ്ഞാപ്പല്ലേ ഞാൻ എന്റെ മരിച്ചുപോയ വല്യമ്മ. എന്റെ കൂറ്റ് കേട്ടാ എനിക്ക് മനസ്സിലാവും. ഓയേ എന്താ ഈ വൈക്കൊക്കെ കേറിയിരിക്കി. നിങ്ങൾ വന്ന നന്നായി. മോളൂസിന്റെ കല്യാണം ഉണ്ടേ. അത് ഞാൻ അറിഞ്ഞോ കോയേ. ഇതിന്റെ കുരുമുളക് കട്ട് വിറ്റ് കണ്ടാണ് കൊമ്പങ്കാട് കോയായത്. അന്നൊന്നും എനിക്ക് കൊമ്പില്ല. അന്ന് ഇത്ര ഉള്ളൂ. എന്തൊക്കെ നിങ്ങൾ പറയണ്ടേ. നിങ്ങൾ വന്ന കാര്യം ഇതുവരെ പറഞ്ഞില്ല. ഓളെ കല്യാണത്തിന് ഇത് സ്വർണ്ണം എടുക്കാൻ പോവാണെങ്കിലേ തെയ്യം പാട്ടുക്ക് പോയിക്കോ. തങ്ങൾ പറയണ്ടേ ഈ നേരം കുറിച്ച് തെയ്യം കളിച്ചാൻ പോവാ. തെയ്യം കളിച്ചാലല്ല തെയ്യം പാട്ട് ജ്വല്ലറിക്ക് പോയിക്കോ. പോണ്ടത് അവിടെ ഓഫറൊക്കെ ഉണ്ടല്ലോ. അത് പറയാ ഞാൻ പോയി വെട്ടോളേ. എനിക്കിപ്പത്തെ മോഡൽ അറിയില്ല. കടക്കണോടത്ത് മുടി ഇരിക്കണോടത്ത് മുടി നേരം പോലത്തെ ചീർപ്പ് വാരാൻ നോക്കുമ്പോ അതിൽ നിറച്ച് മുടി. ഇങ്ങോട്ടൊന്ന് നോക്കാച്ചി നോക്കാം. കൊയിഞ്ഞിങ്ങനെ പോരാ. ഇങ്ങനെ ഉണ്ട് കൊയിച്ചില് ലേസം വെട്ടിയാതിട്ടോ. ഇവിടെ ഒരു വര ഇവിടെ ഒരു വര ഇട്ടോളി. വരെ കുറിയ കുത്തോ കോമ എന്തേലും ഇട്ടോളൂ. ഇവിടെ എന്നാ ഒരു കാര്യം പറയാണ്ട് തലയിൽ മുടി പാടില്ല. മുട്ട നച്ചാ അപ്പൊ മുട്ട അടിച്ചേ മുട്ട അടിച്ചോ. അതിന് പിരാന്താണ്. എന്തിനാ കോയാക്ക അതിനെ തച്ചു കൊല്ലണേ? മുടി കൊയ്യണ്ടേ മൊട്ടടിപ്പിച്ചാലോ ഇരിക്കോടത്ത് മുടി കടക്കോടത്ത് മുടി നടക്കോടത്ത് മുടി തിന്നോടത്ത് മുടി ആകെ കൊടുമുടി കൊടുമുടിയല്ല 5 മുടി കൊച്ചാരണം അങ്ങനെ ഉണ്ട് കൊച്ചില്. ഒന്നല്ലെങ്കിൽ മൊട്ടടിച്ച് അല്ലാന്നുണ്ടെങ്കിൽ ഇതിനെന്തെങ്കിലും മരുന്ന് വെക്കാം. എത്ര കോയാക്കക്ക് തലക്ക് സുഖല്ലേ? ഇല്ല. മുടി കൊച്ചിലിന്റെ കാര്യങ്ങളിൽ മൊട്ട അടിച്ച കോയാക്ക ഹൈദ്രോ കുഞ്ഞാപ്പൂനെ കണ്ടോ? കുഞ്ഞാപ്പല്ലേ ഊട്ടിക്കോയത്? ഊട്ടിക്കൊക്കെ അടച്ച തമ്പുരാനെ ഓന്റെ കൊടലി അടുക്കും. അതെന്റെ കൊടനാണ്. ആരുതായാലും കൊടലി അടുക്കും. അല്ല എവിടുക്ക പോയെ ഞാൻ ചെറുക്കണ്ട അതിനുള്ളിൽ പോയിട്ട് ഓൻ തെരഞ്ഞോക്കട്ടെ. ഇവിടെ വന്നിരിക്കും നിങ്ങളൊക്കെ ഇവിടെ ജീവല്ലാത്ത കാളനെ പോട്ടെ കേറി ഇതിനെ തെരഞ്ഞാലും തെരഞ്ഞിട്ട് കാണാല്ല ഇതൊന്നും വെച്ചാ. അന്റെ ആ തരികട എന്തിനും കിടക്കൂല. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്ലാസിന്റെ പാലുണ്ട്. അത് കാണാൻ പോവല്ലേ? ഇങ്ങോട്ട് വാ. ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു പാലം നമ്മുടെ നാട്ടിൽ തുടങ്ങിയിട്ട് എനിക്ക് ഇപ്പൊ കയറാൻ പറ്റാം. ഇത് ഡൽഹിയിലോ ആഗ്രയിലൊക്കെ ആണെങ്കിൽ പോലും ഇങ്ങോട്ടോ. ആഹാ ഇതിപ്പൊന്നൊക്കെ ചാടിയിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച ആവും എന്തായാലും നിലത്തേക്ക് പോരെ. ഇതാക്കെ പറ്റി മുട്ടായി ഇന്ന് സൈനന്റെ ബർത്ത്ഡേ ആണ്. ഇജ്ജ് പെരിയിൽ പറയില്ല എന്നുണ്ടെങ്കിൽ അന്നി ഞാൻ കൊണ്ടുപോയിക്കോളാം. അതുവരെ ഇജ്ജ് തൊള്ള തുറക്കാക്കാം. കുഞ്ഞാപ്പോ ഇതാണ് സൈനന്റെ വീട് തന്നെ. അല്ലപ്പച്ചി അപ്പൊ വണ്ടിന് മുട്ടായി എടുക്കണ്ടേ? അത് സർപ്രൈസ് ആണ്. അതിന് തൊട്ട് വരിപ്പിക്കും. സർപ്പം കൂടി അല്ലപ്പച്ചി മുട്ടായിയാണ്. നല്ലൊരു ദിവസമായിട്ട് നാസാക്കെ. അല്ലപ്പച്ചി അപ്പൊ ഞാനാണ് ആദ്യമായിട്ട് സൈനാത്താനെ കാണുന്നത്. ഇജ്ജ് മാത്രല്ല ലോകം മൊത്തം സൈനനെ കാണാൻ പോവാണ്. ഓളാണ് നമ്മളെ നാട്ടിൽ താഴേക്ക് ഇതാണ് കുഞ്ഞാപ്പോ. കുഞ്ഞാപ്പോ ഇതാണ് സൈന. എന്റെ ബർത്ത്ഡേ ആയിട്ട് നിങ്ങൾ കയ്യും വീശിയാ വന്നത്. നീ പറയാന്നൊരു കാര്യമില്ല. വാങ്ങിക്കൂണ് സൈന. നിങ്ങൾ ഞാൻ പറഞ്ഞ സ്ഥലത്ത് തന്നെയാണോ വാങ്ങിയത്? എവിടുന്ന് എന്നോട് വാങ്ങാൻ പറഞ്ഞത്? ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒലീവ് ഡേറ്റ്സ് ആൻഡ് നട്ട്സ് വാങ്ങിക്കാനല്ലേ? ഞാൻ അവിടുന്ന് തന്നെ വാങ്ങിച്ചേ. കുഞ്ഞാപ്പോട് പോന്നാ സൈനാവത്ത് കേൾക്കാം. മോരും വെള്ളല്ലേ ഞാൻ കളിക്കാനേ തന്തായി പോയി തല്ലാൻ പറ്റൂലല്ലോ. മോരും വെള്ളത്തിന്റെ പിറപ്പ ഞാൻ ഉണ്ടാക്കിക്കണേ.
ഇതെന്താ ഇങ്ങനത്തെ ചോയ എന്തായാലും ചങ്കാള് കുടിച്ചൂടി അങ്ങട്ടെ മതി ചൂടാ ദാഹം മാറി വെപ്പച്ചേ മതി മതി ഇങ്ങനത്തെ ഒരു മോരുമള കുടിച്ചിട്ടില്ല ഒച്ച ഇവിടെ കേപ്പ് വരാം ഇനി ഒരു 10 ഇല്ല പള്ളന്റെ ഉള്ളില് ഫുള്ള് ക്ലീൻ ആയി തന്നെ ടൗസർ ആ സുബൈദാന്റെ പേരന്റെ മതിന്റെ മേലെ കിട്ടിയതാ പഞ്ചായത്ത് മുഴുവൻ കേട്ടു ഓയെ. അഞ്ച മോനെ രണ്ടാമത്തേക്ക് ചവിട്ടുകൊണ്ടേ ആ ഇങ്ങനത്തെ അന്റെ തന്നെ ആണല്ലോ കാരണം കുറിച്ച് ഞാൻ പൊടിച്ചേക്കാം കാലടി കടിച്ചോണ്ടോയോ എന്നിട്ട് അടക്കത്തും പറ്റില്ലേ തൊണ്ടിയുടെ വെള്ളം ഒന്ന് പറ്റൂ എന്തിനാ തന്നെ അങ്ങോട്ട് അടക്കിയത് ഇത് പഠിക്കാനെന്തോ പുതിയ ഒരു സാധനം കൊടുത്തിട്ട് എത്രയായി മണ്ണിന്റെ കട്ട മണ്ണാൻ കട്ടെ ഒറ്റ കുത്തൽ കുത്തിയാണല്ലോ എംബ്രിക്സ് പടച്ചമ്പുരാനെ ഇന്ദ്രൻസ് ഒക്കെ പടം പറഞ്ഞു എത്താ കോയെ എത്ര പറഞ്ഞാലും കേൾക്കൂലാണ് ഇപ്പൊ മനസ്സിലായി മണ്ണിന്റെ കട്ടേരെ പടവിന് വാങ്ങിക്കണേ ചേക്കാൻ കേട്ടല്ലോ ഇതാണ് ഞാൻ പറഞ്ഞ കട്ട കണ്ണി കണ്ട ചൗരി മണ്ണേറ്റല്ല നല്ല ഉറപ്പുള്ള മണ്ണേറ്റാണ് ഇവര് ഉണ്ടാക്കേണ്ടത് തന്നെ എന്നാ നല്ല തണുപ്പുണ്ടാവല്ലോ അതന്നെ ഞാനോട് ഈ പറയണ്ടേ അല്ല തവളെ അപ്പൊ ഇതൊക്കെ എവിടെ വാങ്ങിയായി ഏലംകുളം മുതുകുറിശിയിലേ സ്റ്റീൽസ് ഒരു കമ്പനി ഉണ്ട് ഓലിപ്പോ ഇതും തുടങ്ങിയാലാണ് ഇത് ഓട്ടം അറിയുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അങ്ങട്ടാ പറയാം ഫസ്റ്റ് നമുക്ക് സൈനാൻ കൊടുക്കാൻ പോയാലോ ഈറിലിന്റെ ഉടുക്ക ഫസ്റ്റ് ഇടാന്നാ ഞാൻ ചോദിച്ചതേ ഇതൊന്നും മുണ്ടാതിരുന്നാ മതി ബ്രേക്ക് ഉണ്ടോ ചവിട്ടിട്ടല്ലേ ഗീറ് മാറ്റാ ഇതൊക്കെ കൂടെ എങ്ങനെ എന്നെ കൊണ്ട് കത്തുന്നു ജീവൻ പോണുണ്ടെങ്കിൽ ഈ ഉറക്കൊന്നിട്ട് എറിയൊന്നുണ്ടേ ഇതൊന്നും നിർത്താമല്ലോ മാർക്കുണ്ടോ ഇവിടെ നിർത്തിയേ എന്താ ഇവിടെ ഇതാണ് സൈനാന്റെ പേരാ ഇവിടെ നിന്നിക്കാണ്ടേ ആൾക്കാരും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ സൂചന തന്നാ മതി ഞാൻ പോരാ പടച്ചോനെ മനസ്സിലായി എന്ത് ആളെവിടെ ഏതാണ് ആൾട്ടോന്ന് അറിയില്ല ആക്കണ വണ്ടിയെ